അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. കേരളത്തിലെ ഈ സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞാൽ നിയമത്തിന് അതീതരാണ്. നിയമം ഞങ്ങൾക്ക് പാലിക്കേണ്ടതല്ലേ എന്ന് തോന്നുകയാണ്. മണിയമ്പിള്ള രാജുവിൻ്റെ വിഷയം നിങ്ങൾ ചാനലുകളിൽ കണ്ടു കാണും. ആരാണ് അതിലെ തെറ്റുകാർ എന്ന ചോദ്യമാണ് വളരെ പ്രസക്തമായി വരുന്നത്. ദൃശ്യം നോക്കിയേ. ട്രിവാൻഡ്രം ക്ലബ്ബ് അറിയാലോ, തലസ്ഥാനത്തെ ധനാഢ്യന്മാരുടെ ഒരു പ്രത്യേക ക്ലബ്ബാണ്. അവർക്ക് ഒത്തുകൂടാനുള്ള ഇടമാണ്. അവിടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം തന്നെ കടന്നു പോകുന്ന ട്രാക്കിൽ ഒരു ബൈക്ക് അതിവേഗത്തിൽ വരുന്നുണ്ട്, തട്ടി വീഴുകയാണ്. റോഡിൽ അപകടങ്ങൾ സർവ്വസാധാരണം. അതിന് സിനിമാ നടന്മാരുടെ വണ്ടി ആയതുകൊണ്ട് ആക്സിഡന്റിൽ പെടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു അപകടമുണ്ടായാൽ ഒരു പൗരബോധമുള്ള വ്യക്തിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഉടനടി ഇറങ്ങുക, അവർക്ക് അടിയന്തരമായിട്ട് മെഡിക്കൽ സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു മാന്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. ആ മാന്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാത്തിടത്താണ് മണിയമ്പിള്ള രാജുവിനെ വിമർശിക്കേണ്ടി വരുന്നത്. മണിയമ്പിള്ള രാജുവിൻ്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടു. മദ്യപിച്ചിട്ടില്ല എന്ന് പറയാണ്. മദ്യപിച്ചിട്ടില്ല എന്ന് ഇന്ന് പറയുന്നതും ഇന്നലെ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരുന്ന സന്ദർഭത്തിൽ മെഡിക്കൽ എടുത്താൽ മാത്രം അറിയാൻ പറ്റുന്ന കാര്യമായിരുന്നു. പിന്നെ 2024 അദ്ദേഹത്തിന് ഒരു രോഗം വന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയുന്നതൊക്കെ വിശ്വാസത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനാണ് അതുപോലെ ഒരു വഴിയിൽ നിന്ന് കാറിൽ ഇറങ്ങി വരുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് ഇത് സംഭവിക്കുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവന് ഈ പറയുന്ന പരിരക്ഷയൊന്നും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. മണിയമ്പിള്ള രാജു പറയുന്നു, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ട്രിവാൻഡ്രം ക്ലബ്ബിലുള്ള സുഹൃത്തുക്കളോട് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറയുന്നു. മ്യൂസിയം സ്റ്റേഷനിൽ വിളിച്ചിട്ട് എൻ്റെ വണ്ടിയാണ് തട്ടിയത്, നാളെ രാവിലെ കൊണ്ടുവരാമെന്ന് പറയണം. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും ഇതേ സൗജന്യം കിട്ടുമോ? അവിടെയാണ് പ്രശ്നം. എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ ഒരുപോലെയാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. നമ്മുടെ നിയമവും അത് തന്നെയാണ് അനുശാസിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ മറ്റൊരു സിനിമാ നടൻ കൊച്ചിയിൽ വെച്ചിട്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചു വന്നതിന് ശേഷം ഒരു ബൈക്ക് യാത്രികനെ തട്ടിയിടുന്നു. അതിനുശേഷം പുറത്തിറങ്ങി നാട്ടുകാരടുത്ത് ഹുങ്ക് കാണിക്കുന്നു. അവരെല്ലാം കൂടി കയ്യേറ്റം ചെയ്യുന്നു. ആ കയ്യേറ്റം ചെയ്യാനുള്ള കാരണം പുറത്തിറങ്ങിയതിന് ശേഷം മാന്യമായിട്ട് വർത്തമാനം പറഞ്ഞൂടെ? ഇപ്പോൾ ഈ വിഷയത്തിൽ പോലും മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനം തട്ടിയതിന് ശേഷം നിർത്താതെ പോകുമ്പോൾ ഉള്ളിൽ മനസാക്ഷിയില്ലാത്തൊരവസ്ഥയുണ്ട്. ആ രണ്ട് ചെറുപ്പക്കാർ അവർ വന്നത് ഓവർ സ്പീഡാണ്. കാര്യം അവർ വരുന്ന ട്രാക്കിലൂടെയാണ് ഈ വണ്ടി വരുന്നത്. അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബ്ബിൽ വന്നപ്പോൾ ഈ വാഹനം അമിത വേഗതയിൽ വരുന്നത് എന്തുകൊണ്ടോ ശ്രദ്ധയിൽപ്പെടാതെ പോയി, അല്ലെങ്കിൽ ആ യുവാക്കൾ വന്നതോ അമിത വേഗതയിലാണ്. അവർ ലഹരി ഉപയോഗിച്ചിരുന്നോ ഇല്ലയെന്ന് അറിയില്ല. അവർക്ക് ചവിട്ടാൻ പോലും സമയം കിട്ടിയിട്ടില്ല. തട്ടുന്നു, തെറിച്ചു പോകുന്നു. സ്വാഭാവികമായിട്ട് എതിർദിശയിൽ നിന്ന് വാഹനം വരാത്തത് കൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. എന്നിരുന്നാലും കാലിനൊക്കെ ഗുരുതരമായി പരിക്കേറ്റു, തുടയലിന് പൊട്ടി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്.